എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മൂന്നാർ വ്ലോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഡേവീസ് ഫാം ഹൗസിലാണ്. അപ്പം ഇത് അവിടുത്തെ രാവിലത്തെ വ്യൂ ആണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് അവിടെ എല്ലാം ഒന്ന് പോയി വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഒന്ന് കറങ്ങി കിടന്ന് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ സ്പോട്ടാണ് കേട്ടോ. കാരണം അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റ് തലേന്നത്തെ നമ്മുടെ പാർട്ടിയുടെ വിശേഷങ്ങളും ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. കുട്ടികളൊക്കെ തലേന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നമുക്ക് രാവിലെ ഇഡലിയും പൂരിയുമായിരുന്നു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മളവിടെ നിന്ന് രാവിലെ തന്നെ അവിടുന്ന് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ രാവിലെ അവിടെ നിന്ന് ചെറായിലോട്ട് അതായിരുന്നു നമ്മുടെ പ്ലാനിങ്. നമ്മൾ അന്ന് ഒരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു അവിടെ സ്റ്റേ. നമ്മൾ ചെറായിലോട്ട് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ അവർക്ക് വീണ്ടും ഒന്നും കൂടെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കുറച്ച് വന്നെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോകാമെന്ന് വെച്ചു. എല്ലാവരും പിന്നെ രാവിലെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തു. ദേവത അങ്ങനെ മാറി നോക്കി നിൽക്കുകയാണ്. ദേവയുടെ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ പോയി ഊഞ്ഞാലിലൊക്കെ ആടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും മോനും കൂടെ പോയി ഊഞ്ഞാലിലൊക്കെ ആടി. പിന്നെ അവിടെ കുറച്ച് ഗെയിംസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ടൈപ്പ്. അങ്ങനെ നമ്മൾ അവിടുന്ന് രാവിലെ പോകാനായിട്ട് റെഡിയാകണം. ഏകദേശം ഒരു 11 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി. ചേട്ടനെല്ലാം എല്ലാം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളിവിടെ നേരെ പോകുന്നത് ചെറായി ബീച്ചിലേക്കാണ്. അതായിരുന്നു നമ്മുടെ പ്ലാനിങ്. ഈ വീഡിയോയിൽ ഞാൻ 2 ദിവസത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് വേറെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് 2 ദിവസത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു. എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്ന വഴിക്ക് ക്യാരറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട് നമ്മൾ ക്യാരറ്റ് വാങ്ങിച്ചതാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് വൈകുന്നേരം എത്താൻ പറ്റിയിരുന്നില്ല. കാരണം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറായി ചെന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 8 മണിയായി. പക്ഷെ അതുകൊണ്ട് നമുക്ക് അന്ന് വൈകിട്ട് ബീച്ചിൽ പോകാനുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്തു. നമ്മൾ സീഷെൽ ഹോട്ടലല്ല, ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. നമ്മുടെ കൂടെ വന്ന കസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഒരു ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഞാനാകെ ടയേർഡായി. പിന്നെ ഒന്ന് പോയി ഫ്രഷായി ഒന്ന് കുളിച്ചതിന് ശേഷം നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നല്ല അടിപൊളി സീ ഫുഡ് കിട്ടുന്ന ചെറായി ബീച്ചിൻ്റെ അടുത്ത് ഒരുപാട് ഹോട്ടലുണ്ട്. പക്ഷെ അവിടെ ചെന്നാൽ നല്ല അടിപൊളി സീ ഫുഡ് കിട്ടുന്നൊരു കടയാണിത്, ഈ ശിവേട്ടൻ്റെ കട. ഈ നിൽക്കുന്നതാണ് ശിവേട്ടൻ കേട്ടോ. ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ അതേപോലെ കൊഞ്ച് റോസ്റ്റും കക്ക റോസ്റ്റും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മളൊരു കാളാഞ്ചി ഫ്രൈ ആയിരുന്നു. പക്ഷേ എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. അത് പറയേണ്ടിയിരിക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാളാഞ്ചി കഴിക്കുന്നത്, പക്ഷേ അടിപൊളിയായിരുന്നു. അങ്ങനെ വൈകിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരെ തിരിച്ച് ഹോട്ടലിൽ പോയി. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലത്തെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ ചെറായി ബീച്ചിൽ പോയി. പക്ഷെ അടിപൊളിയായിരുന്നു, സംഭവം സൂപ്പറായിരുന്നു. കാരണം നമ്മുടെ കൊല്ലം ബീച്ചിൽ പോയാൽ കൊല്ലം ബീച്ച് ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് ഇതേപോലെയൊന്നും വെള്ളത്തിൽ കളിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല.
കാണാൻ തീരെ വരും, ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എനിക്കറിയില്ല അവർക്ക് വെള്ളം കണ്ട ഇത്രയും ഭ്രാന്താണെന്നുള്ള കാര്യം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നത് തന്നെ. കാരണം പൂളിൽ പോയപ്പോൾ അവിടെ തകർത്ത് ആടി ഉല്ലസിച്ചു. പിന്നെ തിരിച്ച് ഇവിടെ വന്നപ്പോൾ ദേവിയും ദക്ഷിതയൊക്കെയാണ് ഇറങ്ങുന്നതേ ഇല്ലായിരുന്നു. ഇതെൻ്റെ ബ്രദറിലോയുടെ വൈഫാണ് ആതിര കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും, കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നു? എനിക്കിത് കണ്ടപ്പോഴേ നമ്മുടെ തിളക്ക സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ ഉണ്ടെന്ന്. ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് നമ്മൾ കൊല്ലത്ത് പോയാൽ കിട്ടാത്തൊരു വൈബായിരുന്നു നമുക്ക് ഈ ചെറായി വന്നപ്പോൾ കിട്ടിയത്. ഞാനും ദേവയൊക്കെ ഇങ്ങനെ അവിടെ അവസാനം ഹസ്ബൻഡ് പറഞ്ഞു ഇരുന്നോ, കുഴപ്പമില്ല നനയട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ ചെന്നല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന് ദേവയൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ രാവിലെ പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ് തന്നെയായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രാവിലെ ചെറായിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ ഇനി നേരെ പോകുന്നത് വണ്ടർലായിലോട്ടാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുന്നതാണ്. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഫൈനലി വണ്ടർലായിലെത്തി. കേൾക്കുന്നത് വണ്ടർലായിലെത്തിയപ്പോഴുള്ള കുട്ടികളുടെ ബഹളമാണ്. അവരുടെ ചെവിയും പൊട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവർ ക്രിസ്മസ് ടൈമിലാണ് നമ്മൾ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം അതിൻ്റെ തീമിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സാന്റാ സ്ട്രീറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിൽ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നു. ദ്രൂസും ദേവയും ദക്ഷിത എല്ലാവരും പോയി ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലോക്കർ വെച്ചു. പിന്നെ അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളും റൈഡിൽ കയറുന്ന വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും പൂളിലായിരുന്നു. കുട്ടികളൊക്കെ നല്ല മാക്സിമം എൻജോയ് ചെയ്ത്. എനിവേ നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങളുടെ. പിന്നെ ഇത് നമ്മൾ അതിന് ശേഷം വൈകിട്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസാണ്. നമ്മൾ സാൻഡയും പിന്നെ കുറേ രൂപങ്ങൾ അങ്ങനെ എന്ത് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സാൻഡയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. കൂടെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ പിന്നെ കാണാം. എൻ്റെ നിങ്ങളുടെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.